ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ LP UP സിലബസിന്റെ ഭാഗമായിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ് ദേശീയ പ്രസ്ഥാനം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെയാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ? നമ്മളത് SCERT വ്യക്തമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് കൂടാതെ തന്നെ നമ്മളുടെ കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സംഘടിതമല്ലെങ്കിൽ പോലും കുറെ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ഒരു 4 ക്ലാസ് കൊണ്ട് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ടെലഗ്രാമിൽ 1-2 മെമ്പേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ചു, മിസ്സേ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കും, ദേശീയ പ്രസ്ഥാനങ്ങൾ മാത്രം തന്നാൽ മതി, മറ്റുള്ളത് വേറൊരു ടൈറ്റിൽ, അതായത് അഞ്ചുതങ്ങ കലാപം പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ, അപ്പോൾ ഈ സിലബസ് ഓറിയന്റഡ് മാത്രമായിട്ട് ഇപ്പൊ പഠിപ്പിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റൊരു ടോപ്പിക്കിൽ ചെയ്യാം, അപ്പോൾ അല്ലെങ്കിൽ റിവിഷൻ സമയത്ത് കൺഫ്യൂഷൻ വരുമെന്നൊക്കെ. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, നിങ്ങളുടെ അഭിപ്രായം മാനിക്കണമല്ലോ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിലബസിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിൽ കുറച്ചും കൂടി അഡീഷണൽ പോയിന്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറയുന്നത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു. അതിൽ ഇൻക്ലൂഡഡ് ആവാത്ത കുറച്ച് കാര്യങ്ങൾ, കേരളത്തിലെ ചെറുതും വലുതുമായി നടന്നിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ട് നമ്മൾ മറ്റൊരു ക്ലാസ് ചെയ്യും. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഖിലാഫത്ത് പ്രസ്ഥാനമാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്താണ്? ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് 7th ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തുർക്കി കേന്ദ്രമായിട്ട് ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യം അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയും. ഈ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ് ഖലീഫ. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടന്റെ എതിർ സഖ്യത്തായിരുന്നു ഈ തുർക്കി സാമ്രാജ്യം. ഓക്കെ, 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർപക്ഷത്തായിരുന്നു തുർക്കി സാമ്രാജ്യം. അപ്പൊ യുദ്ധത്തില് ഖലീഫയ്ക്കെതിരായിട്ടുള്ള ബ്രിട്ടീഷ് നടപടികളൊക്കെ ഉണ്ടായി. അതായത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ എന്ത് ചെയ്തു? ഈ ഖലീഫയെ അപമാനിച്ചു. ഓക്കെ, അപ്പൊ ആ ഒരു അപമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ മുസ്ലിംസ് രൂപം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായിട്ടുള്ള ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊള്ളുകയാണ്. ക്ലിയർ ആയി? അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരന്മാർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് അലി സഹോദരന്മാർ. അലി സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ. ഇനി ഗാന്ധിജി എന്ത് ചെയ്തു? ഖിലാഫത്ത് പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗാന്ധിജി എന്താണ്? അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ഇതിന് പിന്തുണയേകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? റൗലത്ത് നിയമത്തിനെതിരായിട്ട്, റൗലത്ത് നിയമം എന്ന് പറയുമ്പോൾ 1919 കരി നിയമം, ബ്രിട്ടീഷുകാരുടെ കരി നിയമം അല്ലെങ്കിൽ റൗലറ്റ് നിയമം, അതെന്താന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കും എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അപ്പൊ അങ്ങനെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണയും സഹകരണവും ഒക്കെ ആര് കൊടുത്തത്? ഗാന്ധിജി വാഗ്ദാനം ചെയ്തത്. മനസ്സിലായോ? അതായത് ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിച്ച മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കൂടി ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് ഖിലാഫത്തിന്റെ സന്ദേശവും ലക്ഷ്യവും പ്രചരിപ്പിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവം നടക്കുന്നത്, മലബാർ കലാപം. അപ്പോൾ ഈ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അധികാരി വർഗം ഒത്തുചേർന്ന് നടത്തിയ ഗൂഢതന്ത്രങ്ങളിൽ ഒന്നാണ് മലബാർ കലാപം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം. ഓക്കെ, ഖിലാഫത്ത് ദിനം എന്നാണ്
1919 ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഖിലാഫത്ത് ദിനമായി ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷൗക്കത്ത് അലിയും ഗാന്ധിജിയും ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു. അങ്ങനെ കേരളം സന്ദർശിച്ച വർഷമാണ് 1920. അപ്പൊ നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിൽ ഈ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനവും ശക്തി പ്രാപിക്കുന്നത്. ഓക്കെ, അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഗ്രസ് നടന്ന വർഷമെന്ന് നോക്കാം. 1919 സെപ്റ്റംബർ 21-നാണ്. ഇതിന്റെ അധ്യക്ഷൻ ഗാന്ധിജി ആയിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് ഡൽഹിയിലാണ് നടക്കുന്നത്. അധ്യക്ഷൻ ഗാന്ധിജി ആയിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് നമ്മൾ പറഞ്ഞു 1920. അതായത് ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ഗൂഢതന്ത്രങ്ങളിൽ ഒന്നാണ് മലബാർ കലാപം എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മലബാർ കലാപം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. വർഷം 1921. 1921. അപ്പോൾ കുടിയൊഴിപ്പിക്കൽ, അന്യായമായിട്ടുള്ള നികുതി പിരിവ്, ഉയർന്ന പാട്ടം, അങ്ങനെയുള്ള ദ്രോഹ നടപടികളൊക്കെ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മലബാറിലെ കർഷകർ, അതായത് മലബാറിലെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഈ ഹിന്ദു ജന്മിമാരുടെ കീഴിലായിരുന്നു അസംതൃപ്തരായി കഴിഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ജന്മിമാരൊക്കെ ഹിന്ദുക്കളും ബാക്കിയുള്ള അവരുടെ കീഴിലുണ്ടായിരുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, കൃഷിക്കാരായിരുന്നത് ഭൂരിഭാഗം ആളുകളും എന്തായിരുന്നു? മുസ്ലിംസ് ആയിരുന്നേ. അപ്പൊ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഈ മലബാർ മേഖലയിലെ മുസ്ലിംസ് ഹിന്ദു ജന്മിമാരുടെ കീഴിൽ വളരെ അസംതൃപ്തമായിട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്യായമായിട്ടുള്ള നികുതി പിരിവും ഉയർന്ന പാട്ടവും ഒക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ജന്മിമാര് ഈടാക്കി. ബ്രിട്ടീഷുകാരും എന്ത് ചെയ്തു? അതിനെ പിന്താങ്ങി. അപ്പൊ ആ ഒരു സമയത്താണ് കേരളത്തില് നിസ്സഹകരണ പ്രസ്ഥാനവും അതുപോലെ ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ സജീവമായിട്ട് വരുന്നത്. അങ്ങനെ ഗാന്ധിജി നമ്മുടെ ഷൗക്കത്ത് അലിയുമായി ഒപ്പം കേരളം സന്ദർശിച്ചു. 1920 അല്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാനുണ്ടേ. 1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനമായിരുന്നു 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് അലിയോടൊപ്പം വരുന്നത് അല്ലെ? അപ്പൊ 1920. പിന്നെ ഗാന്ധിജി പിന്നീട് കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? 1920, 25, 27, 34, 37. ഇതൊരു ഫോൺ നമ്പർ പഠിക്കുന്ന പോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അങ്ങനെ 5 തവണയാണ് നമ്മുടെ ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. 1920, 1925, 1927, 1934, 1937 എന്നീ വർഷങ്ങളിൽ 5 തവണയായിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഏറ്റവും അവസാനം ഗാന്ധിജി വന്നത് 1937. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. നിസ്സഹകരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനവും കേരളത്തിൽ സജീവമാകാൻ പോകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ 1920 എന്താണ് നമ്മുടെ ഗാന്ധിജി കേരളം സന്ദർശിക്കുകയാണ്. ആരോടൊപ്പമാണ്? മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പമാണ് ഇദ്ദേഹം സന്ദർശിക്കുന്നത്. ഇനി ഈ ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടും ഒക്കെ ഉള്ള എതിർപ്പ് ഈ മുസ്ലിം കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കുന്ന സമയത്താണ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനുള്ള പോലീസുകാരുടെ ശ്രമം നടക്കുന്നത്. അപ്പൊ ഈ ഒരു ശ്രമത്തെ ആര് തടഞ്ഞു? നാട്ടുകാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ഈ നാട്ടുകാര് തടഞ്ഞു. ഓക്കെ, എന്താണ് പറഞ്ഞത്? പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പോലീസുകാര് അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അത് നാട്ടുകാരായിട്ടുള്ള കർഷകർ അത് തടയുകയാണ്. ഇതാണ് മലബാർ കലാപം ആരംഭിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വ്യാജ വാർത്തയും പരന്നു. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ആലി മുസ്ലിയാർ, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയത്തങ്ങൾ എന്നിവർ. ഇതില് ഈ ആലി മുസ്ലിയാർ മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് ആലി മുസ്ലിയാരെയാണ്. ഓക്കെ, 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവ്, മുസ്ലിങ്ങളുടെ അമീർ, ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ സ്വയം വിശേഷിപ്പിച്ച വ്യക്തിയാണ് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നീട് ഈ ആലി മുസ്ലിയാര് അതുപോലെ തന്നെ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെയൊക്കെ ബ്രിട്ടീഷുകാര് വധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു PYQ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് ഇതാണ്.
മലബാർ കലാപത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, മലബാർ കലാപത്തിന്റെ അല്ലെ മലബാർ ലഹളയുടെ കേന്ദ്രം എന്ന് പറയുന്നത് തിരൂരങ്ങാടിയാണ്. ഓക്കെ, അപ്പൊ ഈ മലബാർ ലഹളയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താന്ന് വെച്ചാൽ 1836 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവയെയൊക്കെ പൊതുവെ പറയുന്നത് മാപ്പിള കലാപങ്ങൾ എന്നാണ്. അപ്പൊ ഈ മാപ്പിള കലാപങ്ങളുടെ തുടർച്ചയായിട്ടാണ് 1921 നമ്മുടെ മലബാർ കലാപം നടക്കുന്നത്. 1921 അപ്പൊ മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മലബാർ കലാപത്തെ മാപ്പിള ലഹളയെ ഈ ഒരു നമ്മുടെ എവിടെയാണ് പൂക്കോട്ടൂർ നടന്ന മലബാർ കലാപത്തെ പൂക്കോട്ടൂർ കലാപം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. കേട്ടല്ലോ. അപ്പോൾ ഈ മാപ്പിള ലഹളകൾ 1836 മുതലേ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതില് കേരളത്തിൽ നടന്ന ഈ സംഭവമാണ് ഈ മലബാർ കലാപം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഇനി വില്യം ലോഗന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വില്യം ലോഗൻ എന്താണ്? വില്യം ലോഗനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗത്ത് തുടർച്ചയായിട്ടുള്ള മാപ്പിള കലാപങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, 1836 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി കലാപങ്ങൾ മലബാറിൽ നടക്കുന്നുണ്ട്. അവയെ പൊതുവെ മാപ്പിള കലാപങ്ങൾ എന്നാ പറയുന്നതെന്ന്. തുടർച്ചയായ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് ഏത്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ ഓർത്ത് വെച്ചേക്കണം. വില്യം ലോഗൻ കമ്മീഷൻ. എന്താണ് വില്യം ലോഗൻ കമ്മീഷന്റെ പോയിന്റ്? നമ്മൾ പറഞ്ഞത് എന്താണ്? തുടർച്ചയായിട്ടുള്ള മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഓക്കെ, പിന്നെ അതുപോലെ വില്യം ലോഗന്റെ അഭിപ്രായം എന്തായിരുന്നു ഇങ്ങനെ തുടർച്ചയായ മാപ്പിള കലാപങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്? മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിച്ച മലബാറിലെ കളക്ടർ ആയിരുന്നു ഈ വില്യം ലോഗൻ. മനസ്സിലായോ? ഇദ്ദേഹമാണ് മലബാർ സ്പെഷ്യൽ പോലീസ് വേണം എന്നുള്ളൊക്കെ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത്. ഓക്കെ, മലബാറിലെ ലഹളകളെ കുറിച്ച് തുടർച്ചയായിട്ടുള്ള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച വില്യം ലോഗന്റെ അഭിപ്രായം എങ്ങനെയായിരുന്നു? ജന്മിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക പ്രശ്നങ്ങളാണ് ഈ മലബാറിലെ മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം എന്ന് ചൂണ്ടിക്കാണിച്ച മലബാർ കളക്ടർ ആയിരുന്നു വില്യം ലോഗൻ. അപ്പം മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? മലബാർ മാനുവൽ എഴുതിയത് വില്യം ലോഗനാണ്. മലബാർ മാനുവൽ എഴുതിയ വ്യക്തി വില്യം ലോഗനാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യമാണ്, മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ മറ്റൊരു വ്യക്തിയാണ് ടി.എൽ. സ്ട്രേഞ്ച്. എന്താണ് ടി.എൽ. സ്ട്രേഞ്ച് ചെയ്തത്? മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തി. പിന്നെ ചോദ്യം ഇങ്ങനെയാണ്, തുടർച്ചയായ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതിനെ കുറിച്ചാണ് ടി.എൽ. സ്ട്രേഞ്ച്. എന്താണ് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ? ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷൻ എന്താണ്? മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് ടി.എൽ. സ്ട്രേഞ്ച് കമ്മീഷനാണ് എന്നും കൂടി ഓർത്തു വയ്ക്കും. ഇനി ഈ ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ആരാണ്? മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ഈ ഹിച്ച്കോക്കിന്റെ സ്മരണയ്ക്കായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കവിത എഴുതി. ആ കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് ഹിച്ച്കോക്കിന്റെ സ്മരണയ്ക്കായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കവിത എഴുതിയത്. ക്ലിയർ ആയോ? ഇനി മറ്റൊരു ചോദ്യമാണ്, മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടർ ആരായിരുന്നു? ഓക്കെ, മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടറാണ് HV കൊനോലി. വധിക്കപ്പെട്ടത് 1855-ലാണ്. 1855-ലാണ് മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ടത്. ആര്? HV കൊനോലി. അദ്ദേഹം മലബാർ കലക്ടർ ആയിരുന്നു. ഓർത്തു വെക്കണേ. 1921 മലബാർ കലാപ സമയത്തെ മലബാർ കളക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് EF തോമസ് ആണ്. EF തോമസ് ആയിരുന്നു 1921 മലബാർ കലാപ സമയത്ത് മലബാർ കളക്ടർ ആയിരുന്നത്. അതുകൂടാതെ ഒരു
എന്താണ് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ. മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഈ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സുപ്രധാന സംഭവമാണ്. 1921 മാപ്പിള കലാപം അല്ലെ മാപ്പിള ലഹളയെ തുടർന്ന് നടന്ന സുപ്രധാനമായ ഒരു സംഭവമാണ് മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ. ഓർത്തു വെച്ചേക്കുക, 1921 അതിന്റെ വർഷം. ഇനി ഈ കുറച്ച് കൃതികളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആദ്യത്തെ കൃതി മലബാർ കലാപം. മലബാർ കലാപം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? മലബാർ കലാപം. മലബാർ കലാപം എന്ന് പറയുന്ന കൃതി എഴുതിയത് കെ മാധവൻ നായരാണ്. കെ മാധവൻ നായരാണ് മലബാർ കലാപം എന്ന ഒരു പുസ്തകമാണ്. അത് രചിച്ചത് ആരാണ്? കെ മാധവൻ നായർ. ഓക്കെ. ഇനി മലബാർ കലാപം പശ്ചാത്തലമാക്കിക്കൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും അതെഴുതിയത് ആരാണ്? സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതി എഴുതിയത് ഉറൂബാണ്. സുന്ദരന്മാരും ഉറൂബ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അല്ലെ. പിന്നെ അതുപോലെ മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായരാന്ന് നമ്മൾ പറഞ്ഞു. മലബാർ കലാപം അതുകൂടി എഴുതാം. മലബാർ കലാപം എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ. കെ മാധവൻ നായരാണ്. ഇനി PSC ചോദിച്ച ഒരു ചോദ്യമാണ് ഖിലാഫത്ത് സ്മരണകൾ. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഖിലാഫത്ത് സ്മരണകൾ ആരാണ്? M ബ്രഹ്മദത്തൻ നമ്പൂതിരി. M ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ് എന്തെഴുതിയത്? ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം എഴുതിയത്. M ബ്രഹ്മദത്തൻ നമ്പൂതിരി. PSC ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, നമ്പൂതിരി എന്നല്ല നമ്പൂതിരിപ്പാട് എന്നുണ്ട്. M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ സ്വദേശം ഏതാണ്? അല്ലെ അദ്ദേഹം ജനിച്ച സ്ഥലം ഏതായിരുന്നതാണ് PSC ചോദിച്ചത്. ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി ആയിരുന്നു ആ ഒരു സ്ഥലം. ഓക്കെ, ഇതന്ന് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ്. ഓക്കെ, ഇനി വിലാപം. വിലാപം വിലാപം എന്ന് പറയുന്നത് P വത്സലയുടെ പുസ്തകമാണ്. P വത്സലയുടെ പുസ്തകം. അതും ഈ ഒരു മലബാർ കലാപം പശ്ചാത്തലമാക്കിക്കൊണ്ട് അവർ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് P വത്സലയുടെ കൃതി. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു ഒന്നുകൂടി നോക്കിയിട്ട് വരാം. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായർ. സുന്ദരികളും സുന്ദരന്മാരും എന്ന പുസ്തകം എഴുതിയത് ഉറൂബ്. PC കുട്ടിക്കൃഷ്ണൻ. ഇത് നോവലാണ് കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്നത് നോവലാണ്. നോവൽ എഴുതിയത് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഉറൂബ്. മലബാർ കലാപം കെ മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ജന്മദേശം ചെർപ്പുളശ്ശേരിയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചാണ്? വിലാപം P വത്സല. ഇനി ഇതുകൂടാതെ നമ്മുടെ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കവിത. ദുരവസ്ഥ എഴുതിയ വർഷം 1922 ദുരവസ്ഥ എന്ന കവിത. ഓക്കെ, സാവിത്രിയെയും ചാത്തനെയും പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ അല്ലെ. ദുരവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? മലബാർ കലാപമായിരുന്നു. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് മലബാർ മാനുവൽ. നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. മലബാർ മാനുവൽ വില്യം ലോഗൻ എഴുതിയതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ഒരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. 1921 മലബാർ കലാപത്തിന്റെ വർഷമാണ് ഈ ഒരു സിനിമയുടെ പേര്. 1921 എന്ന സിനിമ മലബാർ കലാപം പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്തതാണ്. IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ഏത്? മലബാർ കലാപം പശ്ചാത്തലമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത സിനിമയാണ് 1921. പിന്നെ നമ്മൾ വില്യം ലോഗൻ കമ്മീഷൻ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കമ്മീഷനും കൂടി പറഞ്ഞല്ലോ. ഏതായിരുന്നു മറ്റൊരു കമ്മീഷൻ പറഞ്ഞു? TL സ്ട്രേഞ്ച് കമ്മീഷൻ. TL സ്ട്രേഞ്ച് കമ്മീഷനും കൂടി പറഞ്ഞിരുന്നു. ഇനി ഒരു ലേഡിയുടെ പേര് കൂടി പഠിച്ചു വെച്ചേക്കുക. കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. ആരാണ് കമ്മത്ത് ചിന്നമ്മ? അതായത് 1921 മലബാർ കലാപത്തില് ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് ആര്? കമ്മത്ത് ചിന്നമ്മ. കമ്മത്ത് ചിന്നമ്മ. മനസ്സിലായോ? 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതാണ് നമുക്ക് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. മലബാർ കലാപം വർഷം ചോദിച്ചിട്ടുണ്ട്.
വർഷം ചോദിച്ചിരിക്കുന്നു. 1921 എന്ന വർഷം ഓർത്തു വയ്ക്കുക. അതുപോലെ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കലക്ടർ HV കൊനോലിയാണ്. പോലീസ് മേധാവി ഹിച്ച്കോക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചേക്കാം. ഏതൊക്കെയായിരുന്നു? കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഉണ്ടായിരുന്നു, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം, ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കർഷകരോടുള്ള ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, ഇതൊക്കെയാണ് കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒരുപാട് 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടാവുകയായി, ചെറുതും വലുതുമായിട്ടുള്ള. അപ്പൊ ഇങ്ങനെ തുടർച്ചയായ കലാപങ്ങൾ നടക്കുമ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ വില്യം ലോഗൻ കമ്മീഷൻ കണ്ടെത്തിയ ആ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിന്റെ ഫലമായിട്ടുണ്ടായ കർഷകർക്കിടയിലെ ദാരിദ്ര്യവും അതുപോലെ അസംതൃപ്തിയും ഒക്കെയാണ് ഇങ്ങനെ തുടർച്ചയായ കലാപങ്ങൾ നടക്കുന്നത് എന്നാണ് വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. ഇനി മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗൻ ആണ്. ആ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, പിന്നെ സീതി കോയത്തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരായിരുന്നു. മലബാർ ലഹളയുടെ കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. പിന്നെ ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് 1920. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത്. പിന്നെ പൂക്കോട്ടൂർ യുദ്ധം അറിയാലോ. മലബാർ കാലത്ത് എന്താണ് പൂക്കോട്ടൂരിൽ നടന്ന ഒരു പ്രധാന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂക്കോട്ടൂർ യുദ്ധം നടന്നു അല്ലെ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തതിനെതിരെ എന്താണ് പൂക്കോട്ടൂരിൽ നടന്ന കാര്യങ്ങളാണ് ഈ പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാഗൺ ട്രാജഡി എന്താന്ന് നമുക്കറിയാം അല്ലെ. മലബാർ കലാപം നിഷ്ഠൂരമായി അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് 1921 നവംബർ മാസം 10-ാം തീയതിയാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വാഗൺ ട്രാജഡി. 1921 നവംബർ 10. ആ ഡേറ്റ് പ്രത്യേകം ഓർത്തു വെക്കുക. PSC വിത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. ഈ തീവണ്ടി ദുരന്തം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഏത് സ്റ്റേഷനിലാണ്? പോത്തന്നൂർ സ്റ്റേഷനിലാണ് അല്ലെ. അതായത് നമ്മുടെ TH ഹിച്ച്കോക്കും ആമു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോലീസുകാരനും ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹവും ചേർന്നിട്ട് 500ഓളം പോലീസുകാർ ചേർന്ന് മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയാണ്. അപ്പൊ ഈ മലബാറിലെ ജയിലുകളൊക്കെ തടവുകാരെ കൊണ്ടങ്ങ് നിറഞ്ഞപ്പോൾ ഈ വിപ്ലവകാരികളെ എന്ത് ചെയ്യണം? വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റുള്ള ജയിലുകളിലേക്ക്, അല്ലെ അവരെ അവിടെ നിന്ന് അങ്ങ് നാട് കടത്തി മറ്റുള്ള ജയിലിലേക്ക് പാർപ്പിക്കാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് 100 കണക്കിന് പേരെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ വരികയാണ്. അതിന്റെ പേരാണ് MSLV 1711. MSLV 1711 ഇങ്ങനെ ഒരു ഗുഡ്സ് ട്രെയിൻ MSLV 1711 ഈ നമ്പറിലുള്ള ഒരു ഗുഡ്സ് ട്രെയിൻ വന്നു. ഓക്കെ, ഒരു ചരക്ക് വാഗൺ തിരൂരിലെത്തി. 90-ൽ പരം പേരെ വാഗണിൽ കുത്തി നിറച്ചു. ഓക്കെ, വാഗണിൽ കൊള്ളാവുന്നതിലും അധികം ആളുകളെ കുത്തി നിറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുത്തി നിറച്ച് യാത്ര ചെയ്തപ്പോൾ പലരുടെയും കൈകാലുകൾ പുറത്തായിരുന്നു. അവരെ ചവിട്ടിയും ഉത്തിയും ഒക്കെ എന്ത് ചെയ്തു? ഉള്ളിൽ ഒതുക്കി വാതിൽ ഭദ്രമായിട്ട് അടക്കിയാണ്. എന്ന് വെച്ചാൽ ഗുഡ്സ് ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? വായുവോ വെളിച്ചോ ഒന്നും കടക്കാത്ത ഈ ഒരു വാഗൺ ബെല്ലാരിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പുലർച്ചെ 4 മണിയൊക്കെ ആകുമ്പോൾ ഈ വാഗൺ പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തുകയാണ്. അപ്പൊ വാഗണിൽ ആളനക്കൊന്നും ഇല്ലാതെ പോയി. ആ സമയത്ത് ആളനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ സംശയം തോന്നിയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഈ കമ്പാർട്ട്മെന്റ് തുറന്നു നോക്കുകയാണ്. അപ്പൊ അതിനുള്ളിലെ കാഴ്ച എന്ന് പറയുന്നത് എന്തായിരുന്നു? 72ഓളം പേരാണ് അതിനുള്ളിൽ വായുവും വെളിച്ചമൊന്നും കിട്ടാതെ മരണപ്പെട്ടത്. ഓക്കെ, അപ്പൊ കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തി പറിച്ചും കെട്ടിപ്പിടിച്ചും ഒക്കെ മരിച്ചു കിടക്കുകയാണ്. ശേഷിച്ചവർ മരണത്തോട് മല്ലടിച്ച് പിടയുകയാണ്. അപ്പൊ ഇവരെയൊക്കെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏകദേശം SCRT കണക്കനുസരിച്ച് 72 പേരാണ് ഈ ഒരു വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ടത്. അപ്പൊ മൃതദേഹങ്ങൾ പോത്തന്നൂരിൽ ഇറക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ മാസ്റ്റർ വിസമ്മതിച്ചു. എന്നിട്ട് തിരൂരിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ വാഗൺ രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തിരൂരിൽ ഒരു വാഗൺ ട്രാജഡി ഹാള് ഉണ്ട്. അപ്പോൾ MSLV 1711 വാഗന്റെ ആകൃതിയിൽ തന്നെയാണ് ഈ ഒരു സ്മാരകം, ഈ ഒരു രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. വാഗൺ രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് തിരൂരിൽ വാഗൺ ട്രാജഡി ഹാൾ നിലകൊള്ളുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അത് ഈ MSLV 1711 എന്ന വാഗന്റെ ആ ഒരു ആകൃതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് ഓർക്കുക. ഒരു കഥ പോലെ നമുക്ക് കേൾക്കാവുന്നതാണ് അല്ലെ, നമ്മുടെ കണ്ണീര് വീഴ്ത്തുന്ന ഒരു കഥയാണിത്. അപ്പൊ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുമിത് സർക്കാർ. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് അത് തന്നെയാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് പറയുന്നത്. സുമിത് സർക്കാരാണ് കേട്ടോ. ഇനി വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് AR നെയ്പ്പ് കമ്മീഷൻ. AR നെയ്പ്പ് കമ്മീഷനാണ് എന്ത് ചെയ്തത്, വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ആര്? ഈ ഹിച്ച്കോക്ക്, TS ഹിച്ച്കോക്ക്. TS ഹിച്ച്കോക്കാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി. TS ഹിച്ച്കോക്കിനോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ASP ആമു ആയിരുന്നു കേട്ടോ. ASP ആമു ആയിരുന്നു മറ്റൊരു നേതാവ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വാഗൺ ട്രാജഡിയുടെ ഡേറ്റ് 1921 നവംബർ 10. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്തത് പോത്തന്നൂരിലാണ്. ഏകദേശം 72 പേരാണ് ഈ ഒരു വാഗൺ ബെല്ലാരി ജയിലിലേക്ക് പോകുമ്പോൾ ആ ഒരു വഴിമധ്യേ മരണപ്പെട്ടത് 72 പേരാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ MSLV 1711 എന്നാണ് ഈ ഒരു സംഭവം നടന്ന വാഗന്റെ നമ്പർ. പിന്നെ ഇവരുടെ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ്. പിന്നെ വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് AR നെയ്പ്പ് കമ്മീഷൻ. പിന്നെയുണ്ടല്ലോ ഈ വാഗൺ ട്രാജഡിയിൽ 72 പേരോളം മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവരുടെ കുടുംബത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നഷ്ടപരിഹാരം അനുവദിച്ചിരുന്നു. 300 രൂപയായിരുന്നു ഇങ്ങനെ നഷ്ടപരിഹാരം അനുവദിച്ചിരുന്ന തുക. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2022 LP സ്കൂൾ അസിസ്റ്റന്റ് NCA നോട്ടിഫിക്കേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കാം, ഒന്ന് നോക്കണേ. ഇതാണ് ക്വസ്റ്റ്യൻ, ഒന്ന് വായിക്കാം. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഇനി ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921, 22 വർഷങ്ങളിലാണ് നടന്നത്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: 1, 3, 5 പ്രസ്താവനകൾ ശരിയാണ്. 2, 4, 5 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 5 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ ആൻസർ വരുന്നത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഈ 5 പ്രസ്താവന കൂടി ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപമാണ്. ഈ ലഹളയുടെ ഭാഗമായിട്ട് നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. ഇത്രയും പോയിന്റ്സ് കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? വാഗൺ ട്രാജഡി നമ്മൾ പഠിച്ചു, ഇനി മലബാർ കലാപവും പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം എന്ന പോയിന്റ് പഠിക്കും. ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുമ്പം കേരളത്തിൽ നടന്നിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്നാണല്ലോ നമ്മുടെ ടോപ്പിക്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? കേരളത്തിൽ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1930 ഏപ്രിൽ 13. അപ്പോൾ നമ്മൾ ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഉഗുനി എന്നൊരു കോഡ് പഠിക്കാറുണ്ടല്ലോ. അല്ലേ? ഉഗുനി എന്താണ്? ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് 30, 31, 32 എന്നൊരു കോഡ് പഠിക്കാറുണ്ട്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഒരു സർക്കിളിനകത്ത് ഇടും അല്ലേ? അതെന്താ കാണിക്കുന്നത്? റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്. അതായത്
ഇന്ത്യൻ ഹിസ്റ്ററി കൂടെ പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു കോഡാണ്. അപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒന്നാം വട്ടമേശ സമ്മേളനം, രണ്ടാം വട്ടമേശ സമ്മേളനം, മൂന്നാം വട്ടമേശ സമ്മേളനം ഇത് നടന്നത് 30, 31, 32 വർഷങ്ങളിലാണ്. അതുപോലെ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത് 1930-ലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 31-ആണ്. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 32-ലാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് ഇരിക്കണം ആ ഒരു കോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. ഓക്കെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് കെ കേളപ്പനോടൊപ്പം നേതൃത്വം നൽകിയ മറ്റു വ്യക്തികളാണ് കെ മാധവൻ നായർ. കെ മാധവൻ നായർ. അതുപോലെ ഇ മൊയ്തു മൗലവി. ഇ മൊയ്തു മൗലവി. മൊയ്തു മൗലവി. ഓക്കെ. അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പനെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. കെ കേളപ്പനെ കൂടാതെ കെ മാധവൻ നായരും ഈ മൊയ്തു മൗലവിയുമെല്ലാം മറ്റു നേതാക്കളായിരുന്നു. ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? പയ്യന്നൂര്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്നീ 2 സ്ഥലങ്ങളാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രങ്ങൾ. ഇതില് ഈ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നുണ്ട്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര്. ഈ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് എ ബുറേവിയാണ്. എസ് എ ബറേൽവി എന്നും ബുറേൽവി എന്നും ഒക്കെ കാണുന്നുണ്ട്. എസ് എ ബുറേൽവിയാണ് പയ്യന്നൂരിനെ എന്ത് ചെയ്തത്? രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത്. രണ്ടാം ബർദോളി. രണ്ടാം ബർദോളി. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞത് പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് എസ് എ ബുറേൽവിയാണ്. ഓക്കെ. ഇനി പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? കെ കേളപ്പൻ. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ. ഓക്കെ. ഇനി കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് എന്നാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23-നാണ്. ഏപ്രിൽ 23-നാണ്. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23-നാണ്. പിന്നെ ഈ ഒരു കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32ആണ്. 32 പേരാണ് കെ കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തത് 32 പേരാണ്. ഓർത്തു വയ്ക്കുക, കേരള ഗാന്ധി എന്ന് കെ കേളപ്പനെ അറിയപ്പെടുന്നു. പയ്യന്നൂരിലെ ഉളിയത്ത് കടവായിരുന്നു കേരളത്തിലെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ്. പയ്യന്നൂർ കൂടാതെ ബേപ്പൂരും കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. ഈ ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ്. ഈ മുഹമ്മദ് അബ്ദുറഹിമാനെയാണ് എന്ത് ചെയ്യുന്നത്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത്. മുഹമ്മദ് അബ്ദുറഹിമാനെയാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്നത്. ഉളിയത്ത് കടവ്, പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് കൂടാതെ മറ്റൊരു കേന്ദ്രമായിരുന്നു ബേപ്പൂര്. ബേപ്പൂരിൽ ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അത് ഓർത്തു വെക്കണേ. പിന്നെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ആ ഒരു സത്യാഗ്രഹ ജാഥയിൽ ആലപിച്ച ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരെ, അല്ലെ? അംശി നാരായണ പിള്ള രചിച്ച വരിക വരിക സഹചരെ എന്ന ഗാനമാണ് എന്ത് ചെയ്തത്? ഈ ഒരു സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ചത്. വരിക വരിക സഹചരെ. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യമുണ്ട്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണ്? ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ. ടി.ആർ. കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്നും
പയ്യന്നൂരിലേക്ക്, പാലക്കാട് ടു പയ്യന്നൂരിലേക്ക് എന്ത് ചെയ്തത്? ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത്. ഇനി കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരൻ. ഈ മൊയ്യാരത്ത് ശങ്കരനെയാണ് എന്തറിയപ്പെടുന്നത്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരനെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട വ്യക്തി. ഇനി ഉപ്പ് നിയമം ലംഘിച്ചപ്പോൾ ആ ഒരു നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അവർ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവര് എന്ത് ചെയ്തു? നിയമലംഘനം നടത്തി. അതുപോലെ മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഇത് PSCയുടെ ചോദ്യമാണ് കേട്ടോ. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മദ്യഷാപ്പ് പിക്കറ്റിംഗ്. പിന്നെ വരുന്നത് ഖാദി പ്രചരണം. ഓക്കെ. അപ്പോൾ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. ഇനി മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം എന്നിവയൊക്കെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1930 ഏപ്രിൽ 13-നാണ്. പിന്നെ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പോൾ പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. അതുകൂടാതെ കോഴിക്കോട് ബേപ്പൂരും മറ്റൊരു കേന്ദ്രമായിരുന്നു. കെ കേളപ്പൻ, കെ മാധവൻ നായർ, കെ മൊയ്തു മൗലവി എന്നിവരൊക്കെയായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തില് പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചു. ആരാണ് രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത്? നമ്മൾ പറഞ്ഞു SA ബുറേവിയാണ് എന്ന് പറഞ്ഞു. ഇനി പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. അതുപോലെ ബേപ്പൂരാണെങ്കിൽ അത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്, അല്ലെ? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹിമാനാണ് കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കെ കേളപ്പനോടൊപ്പം നമ്മുടെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32-ആണ്. ഈ ഒരു ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചരെ. അത് എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. അതുപോലെ കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന മൊയ്യാരത്ത് ശങ്കരനാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിദേശ വസ്തു ബഹിഷ്കരണം, പിന്നെ മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചരണം. പിന്നെ ഈ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട ഒരു സത്യാഗ്രഹി ഉണ്ടായിരുന്നു. ആരായിരുന്നു? PC കുഞ്ഞിരാമൻ അടിയോടിയാണ് ഉപ്പ് സത്യാഗ്രഹം 43 ദിവസം അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ടോ. അപ്പൊ ഈ 43 ദിവസത്തെ ഉപവാസമായിരുന്നു അദ്ദേഹത്തിന്റെ മാർഗം. ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ട വ്യക്തിയാണ് ഈ PC കുഞ്ഞിരാമൻ അടിയോടി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഖിലാഫത്ത് പ്രസ്ഥാനം, മലബാർ കലാപം, അതുപോലെ വാഗൺ ട്രാജഡി, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എന്നീ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു 2 ക്ലാസ് കൂടിയാണ് മാക്സിമം അതിന് വേണ്ടിയിട്ട് വേണ്ടത്. പിന്നീട് നമ്മൾ ഈ റാങ്ക് ഫയലൊക്കെ മറിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ പറയുന്ന മറ്റു കലാപങ്ങളൊക്കെ മറ്റൊരു ടോപ്പിക്കിൽ, കേരള നവോത്ഥാനത്തിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയും പറയാം. അത് കൂടാതെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ സിലബസിൽ ഇത്രയേ തന്നിട്ടുള്ളൂ എങ്കിലും നമുക്ക് മറ്റു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, എന്താണ് ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. LP UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്
എല്ലാ സബ്ജക്റ്റും പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് എല്ലാ ക്ലാസ്സുകളും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. അവിടെയാണ് നമ്മുടെ റിവിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന റിവിഷൻ SCERT സീരീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് SCERT ക്ലാസ്സുകളും എടുക്കുന്നത്. വേണ്ട പോർഷൻസ് മാത്രം ന്യൂ SCERTയും ഓൾഡ് SCERTയും ഇൻക്ലൂഡഡ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ടാണ് SCERT കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക. ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ബോക്സിൽ പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഓൾ.